ഹായ് ഗൈസ്, നമ്മുടെ പുടിൻ രാജാവ് റഷ്യാസ് പുടിൻ അല്ല, അങ്ങനെയല്ല, പുടിൻസ് റഷ്യ അങ്ങനെയാ. റഷ്യ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ എനിക്ക് USSR പിന്നെ റഷ്യനെ എങ്ങനെ അറിയാമെന്ന് USSR നമുക്കറിയാം, നമ്മൾ ഈ വീഡിയോസിൽ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റഷ്യ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുകയാണെങ്കിൽ പുടിൻ വരിക, പുടിൻസ് റഷ്യ, ലൈക്ക് പുടിൻ വാസ് സോ പവർഫുൾ. അപ്പോൾ പുടിൻ ഇന്ന് നമ്മുടെ മോദിനെ കാണാൻ വരിക. എവിടെ വരിക? ഡൽഹിയിൽ. അപ്പോൾ ഇന്നും നാളെയും നമ്മുടെ പുടിൻ അവിടെ ഉണ്ടാവും, ഡൽഹിയിലുണ്ടാവും. അപ്പോൾ എന്തൊക്കെ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ 23rd ഇന്ത്യ റഷ്യ ആനുവൽ സമ്മിറ്റ് മീറ്റിംഗ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്, അതായത് നമ്മുടെ ഡിഫെൻസ്, പിന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അങ്ങനെ അതൊക്കെ. പിന്നെ നോക്കുവാണെങ്കിൽ ഡിഫെൻസ് കോപ്പറേഷൻ നോക്കുവാണെങ്കിൽ ടോക്സ് ഓൺ S-400. എൻ്റെ ഇത് നോക്കുവാണെങ്കിൽ റൂമേഴ്സ് പറയുകയാണെങ്കിൽ 5 or 6 S-400 നമ്മുടെ മോദി മേടിക്കും. അതായത് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മുടെ ഇത് കാണിച്ച S-400 നമ്മുടെ മോദി, നമ്മുടെ ഇന്ത്യ പിന്നെയും മേടിക്കും, 4 or 5. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ റഷ്യ ഉണ്ടാവും. പിന്നെ റഷ്യ ഇന്ത്യ ടൈപ്പ് ഡിഫെൻസ് അറിയാലോ. റഷ്യാന്ന് വെച്ചാൽ ലൈക്ക് സോ പവർഫുൾ, സെക്കൻഡ് മോസ്റ്റ് പവർഫുൾ കൺട്രിയാണ് റഷ്യ ആഫ്റ്റർ ചൈനയല്ല, ആഫ്റ്റർ USA. ചൈനയുണ്ട് കൂടെ, എന്നാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. നോക്കുവാണെങ്കിൽ പിന്നെ നോക്കുവാണെങ്കിൽ എനർജി കോർപ്പറേഷൻ അറിയാലോ. നമ്മുടെ ട്രംപ് ആണെങ്കിൽ കുറേ ഇത് കൊടുത്തില്ലേ, ഇതായില്ലേ, ബ്ലോക്ക് ചെയ്തില്ലേ നമ്മുടെ ഓയില്. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, പിന്നെ നമ്മുടെ എനർജി പ്രൊജക്ട്സ്. പിന്നെ നോക്കുവാണെങ്കിൽ അറിയാലോ നമ്മുടെ റഷ്യ യുക്രൈനെ കുറിച്ച് സംസാരിക്കുക. ഇപ്പോൾ യൂറോപ്യൻ കൺട്രീസ്, എസ്പെഷ്യലി നമ്മുടെ സെലൻസ്കി ആയാലും, പിന്നെ നമ്മുടെ കിയർ സ്റ്റാമർ ആയാലും, നമ്മുടെ ഫ്രഞ്ച് പ്രസിഡന്റ് ആയാലും, എല്ലാ ആൾക്കാരും, ഇമാനുവൽ, എല്ലാ ആൾക്കാരും നോക്കുവാണെങ്കിൽ ലൈക്ക് ഇവർക്ക് എല്ലാവർക്കും ലൈക്ക് ഇത് അവസാനിക്കണം. ഇപ്പോൾ റഷ്യ ഇപ്പോൾ യുക്രൈനെ എടുക്കുവാണെങ്കിൽ പിന്നെ 5 years കഴിയുമ്പോൾ റഷ്യ നമ്മുടെ UK-നെയും ജർമ്മനിനെയും പോളണ്ടിനെയും എടുത്തിരിക്കും. അതാണ് റഷ്യയുടെ ആ ഒരു ഇത്. അപ്പോൾ അത് സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നമ്മുടെ മോദി, നമ്മുടെ മോദി അങ്ങനെ ഇത് വരും. പിന്നെ നോക്കുവാണെങ്കിൽ 10 ഗവൺമെൻറ് അഗ്രിമെൻറ്റ്സ്, 15 കൊമേഴ്ഷ്യൽ ഡീൽസ് സൈൻ ചെയ്യാൻ വരും. പിന്നെ മോസ്റ്റ് സംഭവമാണ് റഷ്യക്കാണെങ്കിൽ ഒരു സ്ട്രോങ് പാർട്ട്ണർ ആവശ്യമുണ്ട്. അതായത് ലൈക്ക് ഇപ്പോൾ യുക്രൈനൊക്കെ വന്നില്ലേ, അപ്പോൾ എല്ലാ ആൾക്കാരും റഷ്യനെ അവഗണിക്കുക, എക്സ്പെഷ്യലി ഇമ്പോർട്ട് ആയാലും എക്സ്പോർട്ട് ആയാലും. അങ്ങനെ യൂറോപ്യൻ കൺട്രീസ്, നമ്മുടെ അമേരിക്ക, കാനഡയൊക്കെ ആണെങ്കിൽ. പക്ഷെ എന്നാലും നമ്മുടെ ചൈനയും ഇന്ത്യ എപ്പോഴും റഷ്യയുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ റഷ്യക്ക് ഇപ്പോൾ ചൈനേനേക്കാളും വിശ്വാസം ഇന്ത്യനെയാണ്. അതുകൊണ്ടല്ല ആർട്ടിക് നോക്കുവാണെങ്കിൽ ആർട്ടിക് മേഖലയിൽ നമ്മുടെ ഇന്ത്യൻ നാവികസേനയോട് പറഞ്ഞേക്കണേ, വാ എന്നൊപ്പം വാ, നമുക്ക് അവിടെ പോയി ഇതാക്കാം എന്താല്ലേ. അപ്പോൾ പുടിൻ ഇപ്പോൾ യുക്രൈൻ വാർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് പുടിൻ്റെ ആദ്യത്തെ വിസിറ്റാണ് ഇന്ത്യയിൽ. അപ്പോൾ എന്താവുന്ന ആർക്കും അറിയില്ല. പുടിൻ മോദി ഫ്രണ്ട്ഷിപ്പ് അത് അറിയാലോ. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും തറക്കാൻ പറ്റൂല. അപ്പോൾ പുടിൻ ലാസ്റ്റ് 15 years ആയിട്ട് പുള്ളി, മോദി 15 years ആയിട്ട് മോദിയും, എന്തല്ലേ. അപ്പോൾ അങ്ങനെയാണ് സംഭവം. എന്തായാലും ബെസ്റ്റ് വിഷസ് മോദി ആൻഡ് പുടിൻ. ഇന്ന് രാത്രി ഇന്ത്യൻ സമയം നോക്കുവാണെങ്കിൽ 9 മണിക്ക് ലാൻഡ് ചെയ്യും. സെറ്റാകും എന്താല്ലേ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ലൈക്ക് നമുക്കറിയില്ല, ലൈക്ക് പുടിൻ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ കിങ് ഓഫ് എ കൺട്രി. അപ്പോൾ പുള്ളിയൊക്കെ ഇന്ത്യയിലൊക്കെ വന്ന് പിന്നെ നോക്കാം.